ഹലോ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ കുറച്ചാളെ നമ്മൾ കുക്കിംഗ് വീഡിയോസ് പോലും ഇട്ടിട്ട് പിന്നെ ഷോർട്സ് ഒക്കെ ഒന്ന് രണ്ടെണ്ണം ഇടയ്ക്കൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അതിനൊന്നും സമയമില്ലായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഹസ്ബൻഡിൻ്റെ അടുത്തോട്ട് നാട്ടിൽ നിന്ന് 2-3 മാസത്തേക്ക് ഞാനും മോളൂടെ ഷാർജയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കും പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പനിയൊക്കെ വന്നുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാഞ്ഞത്. അങ്ങനെ കുറച്ചായില്ലേ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഷോപ്പിംഗ് മാളാണ് ഇത്. അപ്പോൾ ഇവിടെ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ ഇന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ പറ്റുന്ന വിട്ടൊക്കെ ഒന്ന് എടുത്തിട്ട് ഷെയർ ചെയ്യാമെന്ന്. ഇത് നമ്മൾ താമസിക്കുന്നതിൻ്റെ എല്ലാ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഡോർ സ്റ്റെപ്പിൽ കൊണ്ടുവന്നിടും കേട്ടോ നോട്ടീസ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഓഫറൊക്കെ അറിയാമല്ലോ. നമ്മുടെ നാട്ടിലൊക്കെ പത്രത്തിൻ്റെ കൂടെ അല്ലേ നോട്ടീസ് വരുന്നത്. അപ്പോൾ നമ്മുടെ അടുത്തുള്ള ഷോപ്പിംഗ് മാളിലെയും സൂപ്പർ മാർക്കറ്റിലെയൊക്കെ നോട്ടീസ് ന്യൂസ് പേപ്പറിൻ്റെ കൂടെ വരുന്നത്. അപ്പോൾ അത് കണക്ക് ഇതെന്ന് പറയുന്നത് നമ്മളെ ഡോർ സ്റ്റെപ്പിൽ കൊണ്ടുവന്നിട്ടിരിക്കും ശനിയാഴ്ച. അപ്പം ഇന്ന് ശനിയാഴ്ച വൈകിട്ട് നമ്മൾ പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ സൺഡേ ആണ് ഹോളിഡേ. അപ്പോൾ നമുക്കൊന്ന് ചെറിയൊരു ഷോപ്പിങ്ങിന് പോയിട്ട് വരാം. അന്നേരം നമ്മളിപ്പം പോകുന്നത് ഗ്രാൻഡ് മോളിലോട്ടാണ്. നമ്മൾ താമസിക്കുന്നതിൻ്റെ കുറച്ചടുത്ത് തന്നെയാണിത്. ഇച്ചിരി നടക്കാവുന്ന ദൂരമൊക്കെ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ പതുക്കെ വൈകിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാം. പിന്നെ ചുമ്മാ റൂമിലിരിക്കുമല്ലേ, ഒന്ന് നടന്നിട്ടൊക്കെ വരാമല്ലോ എന്ന് വിചാരിച്ച് ഇറങ്ങി. ഇവിടെ ഉള്ളവർക്കൊക്കെ ഇതൊക്കെ നല്ല പരിചയമായിരിക്കും അല്ലേ. അപ്പം ഞങ്ങൾ ആദ്യമായിട്ടാണ്, ഞാനും മോളും ആദ്യമായിട്ടാണ് വേറൊരു രാജ്യത്ത് വരുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഇതൊക്കെ പുതുമയാണ്. അപ്പോൾ ചുമ്മാ ഇതൊക്കെ കഴിഞ്ഞ ആഴ്ച വന്നപ്പോഴേ ചിലതൊക്കെ കാണാത്ത പല കാര്യങ്ങളും കാണുകയൊക്കെ ചെയ്ത്. അപ്പം ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ആയാലും അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഒരു കൗതുകം. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ നേരെ സൂപ്പർ മാർക്കറ്റിലോട്ട് കയറിയില്ല, മേളിലോട്ടാണ് പോയത്. കാരണം ഒരു പിച്ചാത്തി മേടിക്കണം അവർ. ഞങ്ങളിവിടെ എത്തിക്കഴിഞ്ഞപ്പം ഞാനും മോളിവിടെ എത്തിക്കഴിഞ്ഞ് ഇവിടെ കുക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ ഇവിടെ ഇരിക്കുന്ന പിച്ചാത്തി എനിക്ക് അത്ര വശം പോരാ. അപ്പം പുതിയൊരു പിച്ചാത്തി മേടിക്കാൻ വേണ്ടി ഇതിൻ്റെ മേളിലൊന്ന് കയറി. നമ്മളങ്ങോട്ട് കയറി ചെല്ലുമ്പോഴേ നമ്മുടെ കണ്ണുകൊടുക്കുന്ന ഡ്രസ്സിലോട്ടോ. അത് പിന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ, നല്ല കളർഫുള്ളായിട്ട് കിടക്കുമ്പോൾ ആരായാലും ഒന്ന് നോക്കിപ്പോയല്ലോ. അപ്പം ചുമ്മാ അത് നോക്കി. നല്ല സെലക്ഷനൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികൾക്കും വലിയവർക്കും എല്ലാം പറ്റിയതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ടോയ്സ് നല്ല ഇഷ്ടം പോലെ കളക്ഷനിലുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ മോളാണെങ്കിൽ പിന്നെ ഇതെല്ലാം കണ്ടപ്പോഴേ എല്ലാം കയറി കിടന്ന് വരവി കാണുന്നുണ്ട്. പിള്ളേരുള്ളവർക്കൊക്കെ അറിയാമല്ലോ. ഇത് പിന്നെ ഇച്ചിരി കുരുത്തക്കേട് കൂടുതലാണ് കേട്ടോ. നമ്മൾ എപ്പോഴും ഒരു ശ്രദ്ധ വേണം, ഇല്ലെങ്കിൽ എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ചു. അപ്പോൾ അവളുമായിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഇവിടെ ഒന്നും ഒത്തിരി നേരം നിൽക്കാൻ പറ്റത്തില്ല. കാരണം ആൾ വയലൻ്റ് ആവും. കുറച്ച് കഴിയുമ്പോൾ ആൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ വേണം, ഈ കാണുന്നതൊക്കെ വേണമെന്ന് പറയും. ഇതിൻ്റെ ഇടയ്ക്ക് ആ രണ്ടാമതിരിക്കുന്ന സാധനം ഉണ്ടല്ലോ, വാക്കർ പോലത്തെ. അപ്പോൾ അത് മോക്കുള്ള കേട്ടോ, വീട്ടിലുണ്ട്. നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ചത്. അപ്പോൾ അത് അവൾ കാണിച്ചു കൊടുക്കുക, ഇതെനിക്കുള്ളതാണ്. ഇതിപ്പോൾ സാധാരണ എല്ലാ മോളിലും ഉള്ളതുകൊണ്ടുള്ള സാധനങ്ങളൊക്കെ തന്നെ ഇവിടെ ഉള്ളത് കേട്ടോ. ഇത് അത്യാവശ്യം വലിയൊരു മോളാണ്. നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുത്തൊരു സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഇങ്ങോട്ടൊക്കെ ഒന്ന് വരാമല്ലോ എന്ന് വിചാരിച്ചു ഒരു പ്രാവശ്യം വന്ന് ചുമ്മാ ഒന്നൊക്കെ ഇറങ്ങാമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഇറങ്ങിയതാണ്. ഇവിടെ ടോയ്സ് ഒക്കെ ഇരിക്കുന്ന കണ്ടപ്പോഴേ ഇവിടെ ഒരാൾ അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് വഴക്ക് തുടങ്ങി. ചുമ്മാ ഇത് മേടിച്ചിട്ട് ചുമ്മാ വീട്ടിൽ കൊണ്ടുവന്ന് ഇടും. കളിക്കത്തൊന്നുമില്ല, നശിപ്പിക്കത്തുമില്ല, ഒരിടത്ത് ഇട്ടേക്കും. അങ്ങനെ ഇവിടെ കണ്ട പുട്ടുകുറ്റിയും മൺചട്ടിയും കലമൊക്കെ ഇരിപ്പുണ്ട്. അടുക്കാൻ പറ്റാത്ത വിലയാണെന്നേ ഉള്ളൂ. ഞാനിവിടെ വന്നപ്പോഴേ ഇവിടുത്തെ എല്ലാത്തിനും ഓരോന്നിൻ്റെയും പ്രൈസ് കണ്ടിട്ട് നമ്മുടെ നാട്ടിലെ പ്രൈസ് ഇട്ടിരുന്ന് കമ്പയർ ചെയ്യുക. അങ്ങനെ കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല. എന്നാലും നമ്മൾ കമ്പയർ ചെയ്ത് പോകും. അയ്യോ ഇത്ര രൂപയാണ്. നാട്ടിലായിട്ട് നോക്കി കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ അയ്യോ ഇത്രയും പൈസയാണ്. നമ്മൾ മുകളിലോട്ട് വന്നത് തന്നെ ഒരു പിച്ചാത്തി മേടിക്കാനായിരുന്നു. ഒരു പിച്ചാത്തിക്ക് പോയി ചെറിയ 3 എണ്ണം ഓഫറിൽ അതാണ് മേടിച്ചത്. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോളാണ് എന്തോ സാധനം വേണമെന്നും പറഞ്ഞ് നിർബന്ധം എടുത്ത് അവിടെ കിടന്നങ്ങ് തറയിരുന്നങ്ങ് നിരങ്ങി. ഇതാണ് സ്വഭാവം കണ്ടോ. തറ പിന്നെ തുടയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പിന്നെ പിടിച്ചു പൊക്കിയാലൊന്നും വരത്തില്ല. പിന്നെ അധിക നേരമൊന്നും അവിടെ നിൽക്കാൻ നോക്കിയില്ല, റിസ്ക്കാണ്. കാരണം ആൾ വയലൻ്റായി തുടങ്ങി. അവിടെ ഇരിക്കുന്ന ഓരോന്നും വേണമെന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഞങ്ങളതിൻ്റെ ബില്ലടിച്ചങ്ങ് താഴോട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇറങ്ങുന്ന വഴിക്ക് വേണ്ട നമ്മുടെ നാട്ടിലൊക്കെ തുണിക്കട വെച്ചിരിക്കുന്ന കൂട്ട് ബാസ്ക്കറ്റിൽ ഓഫറിന് ചെരുപ്പും തുണിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിനി നേരെ സൂപ്പർ മാർക്കറ്റിലോട്ട് പോവുകയാണേ. സൂപ്പർ മാർക്കറ്റിലോട്ട് നേരെ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ വേണ്ട സ്നിക്കേഴ്സും പിന്നെ ഇതൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ബിസ്ക്കറ്റ്സ്, ഡാർക്ക് ഫാൻറ്റസി. എന്തായാലും എൻ്റെ മോളെ ഡാർക്ക് ഫാൻറ്റസി ഒന്നും കണ്ടില്ലെന്ന് തോന്നുന്നു. കാരണം ഡാർക്ക് ഫാൻറ്റസിയുടെ ഫാനാണ് ആൾ. അപ്പോൾ അതൊന്നും പെട്ടെന്ന് ആൾ കണ്ടില്ല. കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങിയതേ കിൻഡർ ജോയ് വേണമെന്നും പറഞ്ഞിട്ടായിരുന്നേ. അപ്പം പ്രത്യേകിച്ച് ആളുടെ ശ്രദ്ധ മൊത്തം കിൻഡർ ജോയ് എവിടെ ആയിരിക്കും എന്നുള്ള ചിന്തയിലാണ്. അപ്പം ഇതൊന്നും പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. ഞാൻ പിന്നെ പറ്റുന്നോട്ടൊക്കെ ഒന്ന് വീഡിയോ എടുക്കാൻ നോക്കി. എൻ്റെ മോള് ഭയങ്കര വിരലിയായതുകൊണ്ട് എല്ലാം ഒന്നും എടുക്കാനും പറ്റിയില്ല. അപ്പോൾ ഇവിടെ നമ്മുടെ ഫ്രൂട്ട്സൊക്കെ ഇരിപ്പുണ്ട്. ഞാൻ ആദ്യം ഓറഞ്ച് അങ്ങ് മേടിക്കാമെന്ന് വിചാരിച്ചു. അവിടെ ഓറഞ്ചൊക്കെ ആളുകൾ മേടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. കാരണം ഓറഞ്ചിന് ഇവിടെ 2.99 ഉള്ളായിരുന്നു കേട്ടോ. വിലക്കുറവുണ്ടായിരുന്നു ഇപ്പോൾ സീസൺ ആയതുകൊണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ടിഷ്യൂ 3 എണ്ണം ഉണ്ടായിരുന്നു. അത് ഓഫറിനുള്ളതുകൊണ്ട് അതെടുത്ത് ഇതിനിടയ്ക്ക് എൻ്റെ മോളെ നമ്മുടെ ട്രോളിക്കകത്ത് കയറ്റി ഇരുത്തി കേട്ടോ. കാരണം അവിടെ എല്ലാം നടന്ന് ഓടുമായിരുന്നു. അപ്പോൾ ആളെ അതിനകത്ത് കയറ്റി അങ്ങ് എഴുതി ഇച്ചിരി നേരം അവിടെ ഇരിക്കുമല്ലോ. കാല് കിഴക്കുന്ന എടുക്കുന്നൊന്നും പറയത്തില്ലല്ലോ. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മുടെ ലിച്ചി ഇരിക്കുന്നത്. ഇതൊക്കെ പിന്നെ നമ്മുടെ നാട്ടിലും കിട്ടുമല്ലോ. മിക്ക ഫ്രൂട്ട്സും നാട്ടിലും കിട്ടുന്നതൊക്കെ. പിന്നെ നാട്ടിൽ കിട്ടാത്തേ ഞാൻ കഴിച്ചിട്ടില്ലാത്തൊക്കെ ഇഷ്ടംപോലെ ഫ്രൂട്ട്സൊക്കെ ഇട്ടിരിക്കുന്നുണ്ടാണ്ട്. ഇതൊന്നും എനിക്ക് അറിയത്തുപോലും ഇതെന്തോ ഫ്രൂട്ടാണെന്ന്. പേരിട്ട് നോക്കാനും പറ്റിയില്ല. കിവി വേണ്ട കൊണ്ടുവന്ന് ബാസ്ക്കറ്റിലാണെങ്കിൽ കുടഞ്ഞങ്ങ് ഇടുക. കിവിക്കാണെങ്കിൽ നല്ല വിലക്കുറവുണ്ട്, 2.99 ഉള്ളൂ.
നമ്മുടെ നാട്ടിലാണെങ്കിൽ ഞാനാണെങ്കിൽ ഒരു പ്രാവശ്യം മോള് കിവി വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു 4 എണ്ണം വരുന്ന ഒരു ബോക്സ് എന്തോ 150-200 സംതിങ്ങിനെ കണ്ടാണ് മേടിച്ചത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പം അത് വെച്ച് നോക്കുവാണെങ്കിൽ 2.99 വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ നല്ല വിലക്കുറവുണ്ട്. ഇപ്പം സീസൺ ആയതുകൊണ്ടായിരിക്കുമേ. അപ്പോൾ അതെന്തായാലും അങ്ങ് മേടിച്ച് കേട്ടോ. നമുക്ക് ഇങ്ങനെ വിലക്കുറവിലൊക്കെ കിട്ടുമ്പോഴല്ലേ കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതെന്തായാലും എടുത്ത്. അവിടെ അല്ലെങ്കിൽ നല്ല തിരക്കായിരുന്നു. പൊതുവേ ഈ വീക്കെൻഡ് സമയത്തൊക്കെ ഇവിടെ നല്ല തിരക്കാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാം ഒന്നും വീഡിയോസും എടുക്കാൻ പറ്റില്ല. കാരണം ആളുകളൊക്കെ ഇഷ്ടം പോലെ നിൽക്കുവാണ്. ആളുകൾ പൊതുവേ നിൽക്കുന്നിടത്ത് വീഡിയോ എടുക്കുന്നതേ എനിക്കൊരു നാണക്കേടാണ്. പിന്നെ ചിലതൊക്കെ എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ടും കൂടെ എടുപ്പിച്ചു കേട്ടോ. ഇപ്പോൾ ഇവിടെ റാഡിഷ് ഉണ്ട്, പിന്നെ പാവയ്ക്കുണ്ട്. പാവയ്ക്ക എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് മേടിച്ചില്ല. പിന്നെ നമുക്ക് വഴുതനങ്ങ വേണമായിരുന്നു, അതെടുക്കണമായിരുന്നു. പിന്നെ ഇതിനിടയ്ക്കാണ്ട് ഈ വെജിറ്റബിൾ കണ്ടോ, ഇത് നിങ്ങൾക്ക് അറിയാമോ എന്താണെന്ന്? എനിക്ക് കണ്ടിട്ടുമില്ല, ഞാൻ കഴിച്ചിട്ടുമില്ല. പിന്നെ എടുത്തത് തൊട്ട് അവിടെ തന്നെ വെച്ച് അറിയാത്തത് കൊണ്ട് എനിക്ക് അറിയത്തില്ല എന്തുവാണെന്ന്. നിങ്ങൾക്കൊക്കെ അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പീച്ചിങ്ങ കണ്ട്, വഴുതനങ്ങ തന്നെ 2-3-4 വെറൈറ്റീസൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കണ്ട് ഈ വഴുതനങ്ങയാണ് എടുത്തത്, മറ്റേ എടുക്കാൻ പോയതായിരുന്നു. അപ്പം അത് ചിലതൊക്കെ കേടായിട്ട് കിടക്കുന്നു. പിന്നെ പടവലങ്ങ, ഇതൊക്കെ മേടിച്ചത് അവിയലോ സാമ്പാറോ ഒക്കെ വെക്കാനായിട്ടോ. ഇവിടെ അവിയൽ കിറ്റ്, സാമ്പാർ കിറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഇച്ചിരിച്ചും കഷ്ണമായിട്ട് വെറും നഷ്ടമായിരുന്നു, ഒന്നുമില്ലായിരുന്നു. അതിനേക്കാൾ നല്ലത് നമ്മളിങ്ങനെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് എടുക്കാൻ കാണുമല്ലോ. ഇതിൻ്റെ ഇടയ്ക്കാണ്ട് ഒരാൾ ഭയങ്കര നിർബന്ധമൊക്കെ എടുത്തിരിക്കുന്നുണ്ട്. കാരണം കിൻഡർ ജോയ് ഇതുവരെ ആൾ കണ്ടില്ല. കിൻഡർ ജോയ് കാണാത്തതിൻ്റെ വിഷമത്തിൽ ഇരിക്കുക. പിന്നെ ഇവിടെ എല്ലാം നമ്മുടെ ക്യാരറ്റൊക്കെ നല്ല കളർഫുള്ളായിട്ടിരിക്കുന്നു. ക്യാരറ്റ് വീട്ടിലുള്ളതുകൊണ്ടാണ് മേടിക്കാൻ, ഞാൻ അല്ലേ മേടിച്ചേനെ. ഇതിനിടയ്ക്ക് നമ്മൾ സവാളയും കിഴങ്ങും പച്ചമുളകും തക്കാളിയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചക്കയൊക്കെ മുറിച്ച് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ എന്തോ റോക്ക് മെലണോ, അത് ഞാൻ അറിയത്തില്ല എന്തുവാന്ന്. പിന്നെ നമ്മുടെ ചെന്തെങ്ങിൻ്റെ കരിക്ക്, നമ്മുടെ വീട്ടിലുണ്ട് കരിക്ക് കേട്ടോ. പിന്നെ ചീനി എല്ലാം ഉണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ടാണ് കുറേ വെറൈറ്റീസ് ഓഫ് മുന്തിരിങ്ങകൾ, ബെറീസ്, റാസ്ബെറി, പിന്നെന്തുവായിരുന്നു റെഡ് കറണ്ട്, ബ്ലാക്ക് ബെറി, പിന്നെന്തായിരുന്നു ഗോൾഡൻ ബെറി, അങ്ങനെ ചെറിക്ക് ഇച്ചിരി വില കൂടുതലാണ് കേട്ടോ. പിന്നെ ബ്ലൂബെറി ഉണ്ടായിരുന്നു, ബ്ലൂബെറി മേടിച്ചു കേട്ടോ. ഓരോ പ്രാവശ്യം പോകുമ്പോൾ ഓരോ സൈസ് ബെറി മേടിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ എന്തിന് നമ്മുടെ സ്ട്രോബെറി ഉണ്ടായിരുന്നു, സ്ട്രോബെറി മേടിച്ചത് വീട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് മേടിച്ചില്ല. പിന്നെ ചെസ്റ്റ്നട്ട്, സ്ട്രോബെറിക്ക് ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ചെസ്റ്റ്നട്ടൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ ഈ ഗോൾഡൻ ബെറി ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഇതുണ്ട്, ഇത് ഫൈസലസ് എന്ന് പറയുന്ന എന്തോ ഒരു ഫ്രൂട്ടാണ്, എനിക്കറിയത്തില്ല. നമ്മുടെ നാട്ടിലൊക്കെ ചില പോച്ചയ്ക്കകത്ത് പിടിച്ചിരിക്കുന്ന എന്തോ ഒരു കായില്ല, അതേകൂട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ പുളിയില്ലേ, നമ്മുടെ തോടുള്ള പുളിയില്ലേ, അതാണ് മധുരമുള്ളതും മധുരമില്ലാത്തതും പുളിയുള്ളതും എല്ലാം വെറൈറ്റി ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ലോങ്ങൻ എന്ന് പറയുന്ന എന്തോ ഒരു ഫ്രൂട്ട്, അത് തായ്ലൻഡ് ഫ്രൂട്ടാണ്. ഇതൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഡ്രാഗൺ ഫ്രൂട്ട് ഇരിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ പിടിക്കുന്നുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട്, അതൊക്കെ ആയിട്ട് പിടിക്കുന്നു. പിന്നെ പീച്ച്, ആപ്രിക്കോട്ട്, പൈനാപ്പിള്, എന്ന് വേണ്ട ഇഷ്ടം പോലെ ഫ്രൂട്ട്സിൻ്റെ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. പിന്നെ വേണ്ടിയിരിക്കുന്നത് നമ്മുടെ കെയിൽ ചീര കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ബിൻസീസ് ഫാം എന്നാണ് പോകുന്നത്, ഇൻസ്റ്റയിലൊക്കെ ഉള്ള ആ ചേച്ചിയുടെ കൃഷിയിലുണ്ടത്. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം അരി ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ കിട്ടിയില്ല. പിന്നെ അപ്പുറത്തിരിക്കുന്നുണ്ട് അത് ലുലു റോസ് എന്ന് പറയുന്ന എന്തോ ലീഫി വെജിറ്റബിൾസ് ആണ്, എന്താണെന്നൊന്നും അറിയത്തില്ല. അതിനിച്ചിരി വില കൂടുതലും കേട്ടോ. അങ്ങനെ ബ്രൊക്കോളി, അങ്ങനെ എന്ത് വേണ്ട എല്ലാം ഉണ്ട്. പിന്നെ മഷ്റൂം ആണെങ്കിൽ 2-3-4 വെറൈറ്റി ഉണ്ടായിരുന്നു. വൈറ്റ് തന്നെ, ചെറുത്, ബ്രൗണ്, പിന്നെ ഇതിൻ്റെ വലുത്, അങ്ങനെ. ഞങ്ങൾ പിന്നെ നേരെ എൻ്റെ മോളുടെ സെക്ഷനായ ബേക്കറി സെക്ഷനിലോട്ട് പോയി. തിന്നിട്ടില്ലാത്ത വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് നോക്കാമല്ലോ. അപ്പോഴും ഞാനും ഇവിടെ തിരക്കുന്നത് കിൻഡർ ജോയ് കേട്ടോ. ഇവിടെ കാണും ഇരിപ്പുണ്ടോ എന്ന് തിരക്കിക്കൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ ക്രീം ബൻ, നമ്മുടെ നാട്ടിലെ ക്രീം ബൻ കൂട്ടല്ലേ, ഇത് നമ്മൾ ഓരോ ബന്നാണ്, ഒരു കവറിൽ ഒരു ബൻ വെച്ചാണ് വരുന്നത്. അപ്പോൾ ഇത് ഞങ്ങളിവിടെ നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഞങ്ങളുടെ റൂമിൽ അപ്പുറത്തുള്ള ചേച്ചി ഞങ്ങൾക്ക് മോക്ക് ഗിഫ്റ്റായിട്ട് 2 കവർ ക്രീം ബന്ന് കൊടുത്തായിരുന്നു. അപ്പോൾ അതെടുത്ത് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ്. അന്നേരം ഞാനിവിടെ അനുവിൻ്റെ അടുത്ത് പറഞ്ഞ്, ഞങ്ങൾക്ക് ഇനി വേറെ ഷോപ്പിങ്ങിനോ എല്ലാം പോകുമ്പോൾ ഞങ്ങൾക്ക് ഇതേപോലെ ക്രീം ബൻ മേടിച്ച് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് പറയുന്നത്. ഞങ്ങൾക്ക് അല്ലാതെ തന്നെ എനിക്ക് മോക്ക് ക്രീം ബൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് കഴിച്ചപ്പോൾ ഒരു വെറൈറ്റി, അപ്പോൾ അതങ്ങനെ മേടിച്ചു കേട്ടോ. ഇവിടെ കണ്ട് അങ്ങനെ മേടിച്ചു. പിന്നെ അവിടെ അച്ചപ്പവും മുറുക്കും എല്ലാം, ബ്രെഡ്, കുബൂസ്, ഒന്നും വേണ്ട എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ എല്ലാം കൂടെ നമുക്ക് മേടിക്കാനൊന്നും പറ്റത്തില്ല, അതിനുള്ള ബഡ്ജറ്റ് വേണ്ടേ. ക്രീം ബന്നാണ് പലയിടത്ത് പല സൈസിലൊക്കെ ഇരിക്കുമായിരുന്നു. പിന്നെ മറ്റേത് എടുത്തുകൊണ്ട് പിന്നെ ഇതെടുക്കുന്നത് എങ്ങനെ. പിന്നെ ഞാനിങ്ങനെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞ് അപ്പുറത്ത് വേറെ ഉണ്ട്, അതെടുക്കാം. പിന്നെ തേങ്ങ നമ്മൾ ചിരകിയത് മേടിച്ചത് കേട്ടോ. നമ്മൾ വെജിറ്റബിൾസ് എടുത്തതിൻ്റെ എല്ലാം ഇവിടെ ബില്ലടിക്കണേ, വെജിറ്റബിൾസിൻ്റെ, ഫ്രൂട്ട്സിൻ്റെ, ബാക്കിയെല്ലാം അങ്ങനെ തന്നെ വെച്ചിരുന്നാൽ മതി. അപ്പോൾ അതേണ്ട പിന്നെ കേക്ക് ഐറ്റംസ് എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇവിടാണ് നമ്മൾ പിന്നെയും ക്രീം ബന്ന് കണ്ടത്. അപ്പോൾ ഈ ക്രീം ബന്നിൻ്റെ കാര്യമാണ് മുമ്പേ മേടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആണ്ട് ഇത് കണ്ടു, ഇത് 3 എണ്ണം വരുന്നത്. അപ്പോൾ ഇതും കൂടെ ഒരു ഓറങ്ങ് എടുത്തില്ല. അവിടുന്ന് ക്രീം ബന്നും വേറെ എന്തൊക്കെയോ എടുത്ത് കേട്ടോ. രണ്ട് ജിലേബി ഒന്നും ഇവിടുത്തെ അല്ല, നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ളത്. ഇതൊക്കെ കല്ല് പോലെ ഇരിക്കുന്നതാണ് ക്രീം, സോഫ്റ്റ് അല്ല അത്ര. പിന്നെ നമുക്കൊരു ചകിരി വേണമായിരുന്നു പാത്രം കഴുകാൻ. ചകിരിക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര വില. പിന്നെ അവിടുന്ന് അങ്ങോട്ട് നമ്മുടെ മീറ്റ് സെക്ഷനാണ്.
ഒട്ടകത്തിൻ്റെ ഇറച്ചി, പിന്നെ പോത്തിൻ്റെ ഇറച്ചി, ആടിൻ്റെ ഇറച്ചി, പിന്നെ ഇന്ന് വേണ്ട നമ്മുടെ മാനിൻ്റെ ഇറച്ചി വരെ ഇവിടെ കിട്ടും. മാനിറച്ചിയൊക്കെ ഇവിടെ വിൽക്കാൻ വെക്കുന്നത് ഞാനിവിടെ വന്നപ്പോഴാണ് അറിഞ്ഞ് ഞാൻ ഇത് വിൽക്കുമോ എന്ന് വെച്ചാൽ ചിലയിടത്തൊക്കെ ഇത് നിയമവിരുദ്ധമാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇവിടെ അങ്ങനെയൊന്നും ഇല്ലെന്ന് തോന്നുന്നു, അതുകൊണ്ടാണല്ലോ വിൽക്കാൻ വെച്ചേക്കുന്നത്. അത് എനിക്കൊന്ന് 100 രൂപ എന്താണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടുത്തെ 100 രൂപയാണേ. പിന്നെ നമ്മൾ ചിക്കൻ മേടിച്ചു കേട്ടോ. ചിക്കൻ 1 കിലോ കണ്ട് ഇങ്ങനെ പാക്കറ്റാക്കി വെച്ചിരിക്കുമായിരുന്നു, അവിടെ നിന്ന് മേടിച്ചു. പിന്നെ നമ്മൾ നേരെ മീനിൻ്റെ അടുത്തോട്ട് പോയി. മീനാണ് തേടാണ് ആദ്യമേ പിടിക്കുന്ന തേടാണ്. ഇവിടെ തേട് സുലഭമായിട്ട് കിട്ടും കേട്ടോ, അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ കട്ട് ചെയ്ത് തരുമെന്ന് വെച്ചപ്പോൾ മൊത്തത്തിൽ മേടിക്കണമെന്ന് പറഞ്ഞു. മൊത്തത്തിൽ മേടിച്ച് ഞങ്ങൾക്ക് എന്തിനാ പായസം വെച്ച് കഴിക്കാനും ഇത്രേൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് അത് മേടിച്ചില്ല. പിന്നെ കൊഞ്ച് 2 ദിവസത്തേക്ക് മുന്നേ മേടിച്ചതേ ഉള്ളൂ, അതുകൊണ്ട് മേടിച്ചില്ല. പിന്നെ ഒന്ന് വേണ്ട തെരണ്ടിയോ കണുമ്പ് കൊഞ്ച്, പിന്നെ ഒരുപാട് ഐറ്റംസ് മീനാണ്. എന്തൊക്കെയാണെന്ന് പറയുക, ഇവിടെ കണവ, പിന്നെ കരിമീൻ, അതുകൊണ്ട് എന്തിന് മീൻമുട്ട വരെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഞങ്ങളാണെങ്കിൽ അവിടെ വീട്ടിൽ അച്ഛൻ ഇങ്ങനെ ഫ്രഷായിട്ട് ഹാർബർ ചെയ്തോ അല്ലെങ്കിൽ നമ്മുടെ അടുത്തൊക്കെ നല്ല ഫ്രഷ് മീൻ കിട്ടും. ഞങ്ങളവിടെ ഹാർബറിൽ ഒക്കെ നമ്മുടെ അടുത്തൊക്കെ ആയതുകൊണ്ട് അപ്പോൾ അവിടെ നിന്നൊക്കെ ഫ്രഷ് മീൻ കഴിച്ചെടുത്ത് നിന്നാൽ ഇവിടെ ഇപ്പം വേണ്ട ഈ മീനൊക്കെ വന്ന് കാണുന്നത്. ഇവിടെ ഒരു ബ്രോ നിന്ന് അയില വിളിക്കുന്നുണ്ട്. അയില എന്നാണെന്ന് തോന്നുന്നു വിളിക്കുന്നത്. നമ്മുടെ അയില മീനാണ് കേട്ടോ. അപ്പോൾ അതിനന്ന് ഓഫർ ഉണ്ടായിരുന്നു. നമ്മൾ അയിലയും മേടിച്ച്, പിന്നെ നെമ്മീൻ ഉണ്ടായിരുന്നു, അത് കട്ട് ചെയ്തായിരുന്നു കൊടുക്കുന്നത്. അപ്പോൾ അതും മേടിച്ച്, അത് നമ്മൾ മേടിച്ചിട്ട് നമ്മളവിടെ ബില്ലടിക്കാൻ കൊടുക്കണം കേട്ടോ. അവർ പിന്നെ നമ്മൾ സാധനമൊക്കെ മേടിച്ചിട്ട് വരുമ്പോഴത്തേക്ക് കട്ട് ചെയ്തു. അപ്പോൾ അതവിടെ മേടിച്ചിട്ട് കട്ട് ചെയ്യാൻ കൊടുത്തിട്ട് നേരെ നമുക്ക് മുട്ട മേടിക്കണമായിരുന്നു. മുട്ട മേടിച്ച്, തൈര് മേടിച്ച്, ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോൾക്ക് കിൻഡർ ജോയ് മേടിച്ച് കൊടുത്തായിരുന്നു കേട്ടോ. കാരണം ആളാകെ വയലൻ്റായി. പിന്നെ ജ്യൂസ് വേണമെന്ന് പറയും. പിന്നെ ഞാൻ നക്കറ്റ്സ് കഴിച്ചിട്ടില്ലായിരുന്നു, അപ്പോൾ അതൊരു പാക്കറ്റ് എടുക്കാൻ വന്നപ്പോഴത്തേക്ക് അവിടെ കിടന്ന് ആകെ ബഹളമായി. ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു ഭയങ്കര കരച്ചിലായിരുന്നു. കരഞ്ഞ് ലാസ്റ്റ് ഞങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ബാക്കി സാധനം മേടിക്കണമെന്നില്ല, എത്രയും പെട്ടെന്ന് റൂമിലോട്ട് പോകാമെന്ന് വിചാരിച്ച് ബില്ലടിക്കാൻ കയറി. ആളാണെങ്കിൽ നോക്കിയാൽ ഭയങ്കര കരച്ചിലാണ്. ഐസ്ക്രീം കൊടുക്കാൻ പറ്റത്തില്ല, പെട്ടെന്ന് പനി കയറിക്കോളും. പോരാത്തതിന് രാത്രിയും കൂടെ. അപ്പോൾ നമ്മളിവിടെ അല്ലേ നിൽക്കുന്നത്, വീട്ടിൽ പോലും അല്ല. പനിയെ കാണാൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അതുകൊണ്ട് വാങ്ങിച്ചു കൊടുത്തില്ല. കിൻഡർ ജോയും ക്രീം ബന്നും ജ്യൂസും ഒന്നും പോരെന്ന്, ചോക്ലേറ്റും ഒന്നും പോരാ. ഇപ്പോൾ അവൾക്ക് ഐസ്ക്രീം കൂടെ വേണമെന്നാണ്. എനിക്ക് 2 കടിയും കിട്ടി. എങ്ങനെയും ടാക്സിയും വിളിച്ചേട്ടെ, കാരണം നമ്മൾ ഇങ്ങോട്ട് നടന്നു വന്നെങ്കിൽ ഈ സാധനങ്ങളൊക്കെ കൊണ്ട് നടന്നു പോകാൻ പാടാം. അപ്പോൾ ടാക്സി കയറി എങ്ങനെയും റൂം പിടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എന്തായാലും ചെറിയൊരു ഷോപ്പിങ്ങിന് വന്ന് എനിക്ക് കടിയും കിട്ടി. ലാസ്റ്റ് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഒരു അടിയും കിട്ടി. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.